ഭൗമശാസ്ത്രപരമായ അതിരുകളെ ഭേദിച്ച് ലോകത്തെ ഒരൊറ്റ വിരൽത്തുമ്പിലേക്ക് ഒതുക്കുന്ന ആഗോള ഇന്റർനെറ്റ് വിപ്ലവത്തിന്റെ ജീവരക്തം ഒഴുകുന്നത് സമുദ്രനീലങ്ങൾക്കടിയിലെ പാകിയ ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെയാണ്. ലോകത്തെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നയിക്കുന്ന 95% ഡേറ്റയും ഒഴുകുന്ന ഈ നേർത്ത കേബിളുകൾക്ക് മേൽ ദശകങ്ങളായി അമേരിക്ക പുലർത്തിപ്പോരുന്ന ഏകപക്ഷീയമായ ആധിപത്യത്തിന് ഇപ്പോൾ ശക്തമായ വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ സാമ്പത്തിക ഉപരോധങ്ങളെയും ഡിജിറ്റൽ നിയന്ത്രണങ്ങളെയും ആയുധമാക്കുമ്പോൾ അതിനെ തകർക്കാൻ റഷ്യയും ഇറാനും സമുദ്രത്തിനടിയിൽ പുതിയൊരു പ്രതിരോധ കോട്ട തീർക്കുകയാണ്. കേവലം പ്രതിരോധത്തിനപ്പുറം അമേരിക്കയുടെ ഡിജിറ്റൽ സാമ്രാജ്യത്വത്തെ അതിന്റെ വേരർത്ത് വെല്ലുവിളിക്കാൻ ശേഷിയുള്ള അത്യാധുനിക അന്തർവാഹിനികളും സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിശബ്ദ യുദ്ധത്തിനാണ് ആഴക്കടൽ സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കയുടെ ആഗോള മേധാവിത്വം എന്നത് ഇന്ന് വെറും മിസൈലുകളിലോ വിമാനവാഹിനി കപ്പലുകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഈ നാഡീവ്യൂഹങ്ങളെ വിശ്വസിച്ചാണ് അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങൾ നിലനിൽക്കുന്നത്. ഈ ദുർബലമായ ലിങ്കുകളെ ലക്ഷ്യം വെക്കുന്നതോടെ അമേരിക്കൻ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടിയാണ് ലഭിക്കുന്നത്. അമേരിക്കയുടെയും നാറ്റോ സഖ്യങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന ഈ ഗ്രേ സോൺ യുദ്ധത്തിൽ ഇറാനും റഷ്യയും കൈകോർക്കുന്നത് വെറും യാദൃശ്ചികതയല്ല. റഷ്യൻ നാവികസേനയുടെ അതീവ രഹസ്യ വിഭാഗമായ ഗുഗിമെൻ ഡയറക്ടറേറ്റ് ഓഫ് ഡീപ് സീ റിസർച്ച് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ബെൽഗഡോസ് എന്ന ഭീമൻ അന്തർവാഹിനി വിന്യസിച്ചിരിക്കുകയാണ്. കിലോമീറ്ററുകൾ ആഴത്തിൽ പോയി സമുദ്രത്തിനടിയിലെ കേബിളുകളെ സ്പർശിക്കാനോ അവിടെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനോ അതുമല്ലെങ്കിൽ അമേരിക്കയുടെ രഹസ്യ വിവരങ്ങൾ ചോർത്താനോ ഉള്ള അത്ഭുതകരമായ ശേഷി ഇതിനുണ്ട്. തങ്ങളെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഒരൊറ്റ സ്വിച്ചിലൂടെ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഇന്റർനെറ്റ് ലോകം ഇരുട്ടിലാക്കാൻ റഷ്യക്ക് സാധിക്കുമെന്ന് ഇത് തെളിയിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കേബിളുകൾക്ക് സമീപം റഷ്യൻ സബ്മറൈനുകൾ പ്രത്യക്ഷപ്പെടുന്നത് പാശ്ചാത്യ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതിനു പുറമെയാണ് റഷ്യയുടെ ലോഹാരിക് എന്ന സ്പെഷ്യൽ മിഷൻ അന്തർവാഹിനി. 6000 മീറ്റർ വരെ ആഴത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ പ്രേതക്കപ്പൽ ടൈറ്റാനിയം ഗോളങ്ങൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ അതിശക്തമായ മർദ്ദത്തെ പ്രതിരോധിക്കുകയും അമേരിക്കയുടെ സോണറുകളെ വെട്ടിച്ച് നിശബ്ദമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ തളർത്താമെന്ന് കരുതിയവർക്ക് അവരുടെ ആഗോള കമ്മ്യൂണിക്കേഷൻ ശൃംഖലയുടെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണെന്ന റഷ്യയുടെ പ്രഖ്യാപനമാണിത്. അതേസമയം അറബിക്കടലിലും ഹോർമൂസ് കടലിടുക്കിലും ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കൻ നാവിക വ്യൂഹത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. അത്യാധുനിക ഡ്രോണുകളും ഗാദർ ക്ലാസ് മിനി സബ്മറൈനുകളും ഉപയോഗിച്ച് കടലിനടിയിലെ കേബിൾ ശൃംഖലകളിൽ നിരീക്ഷണം നടത്താൻ ഇറാനിന് സാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന അനാവശ്യ ഇടപെടലുകൾക്കുള്ള മറുപടിയായി മേഖലയിലെ പ്രധാന കേബിൾ ഹബ്ബുകൾ നിയന്ത്രിക്കാൻ ഇറാന് കഴിയും. അമേരിക്ക തങ്ങളുടെ സൈനിക ശക്തിയിൽ അമിതമായി വിശ്വസിക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയായ ഡിജിറ്റൽ കണക്ടിവിറ്റി അറുത്തുമാറ്റാൻ ഇറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അമേരിക്ക നടപ്പിലാക്കുന്ന ഉപരോധങ്ങളെ തകർക്കാൻ തങ്ങളുടെ പക്കൽ അദൃശ്യമായ ആയുധങ്ങൾ ഉണ്ടെന്ന് ഇറാൻ ഇതിനോടകം തെളിയിച്ചു. പശ്ചിമേഷ്യൻ കടന്നുകയറ്റങ്ങൾക്കും ഇസ്രായേൽ അനുകൂല നയങ്ങൾക്കും പകരമായി ആഗോള വിവരവിനിമയത്തിന്റെ താക്കോൽ സ്ഥാനം കൈക്കലാക്കി ഇറാൻ തിരിച്ചടിക്കുമ്പോൾ അമേരിക്കൻ നാവികവ്യൂഹം വെറും കാഴ്ചക്കാരായി മാറുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക സിരകളിൽ ഒഴുകുന്നത് പണമല്ല, മറിച്ച് കേബിളുകളിലൂടെ സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ഗിഗാബൈറ്റ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഡിജിറ്റൽ വിവരങ്ങളാണ്. റഷ്യ ഇറാനോ തന്ത്രപരമായ ഒരു കേബിൾ വിച്ഛേദിച്ചാൽ അത് അമേരിക്കയിലെ വൈറ്റ് ഹൌസിനെ മാത്രമല്ല ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെയാണ് അന്ധകാരത്തിലേക്ക് തള്ളിയിടുക. അമേരിക്കയുടെ പ്രതിദിന ഓഹരി വിപണിയായ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുതൽ നാസ്ഡാക്ക് വരെയുള്ള വ്യാപാരങ്ങൾ നിമിഷ നേരം കൊണ്ട് സ്തംഭിക്കും. അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന സ്വിഫ്റ്റ് സംവിധാനം തകരുന്നതോടെ അമേരിക്കയുടെ ഡോളർ അധിനിവേശത്തിന് അന്ത്യമാകും. ഒരു ചെറിയ കേബിൾ വിച്ഛേദിക്കപ്പെട്ടാൽ പോലും അമേരിക്കയുടെ സൈനിക വിന്യാസങ്ങൾ അന്തമാകും. അവരുടെ അത്യാധുനിക ഡ്രോണുകൾക്ക് നിയന്ത്രണം നഷ്ടമാകും. ലോകത്തിനു മേൽ തങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളും ഡിജിറ്റൽ സെൻസർഷിപ്പും അതേ നാണയത്തിൽ തിരിച്ചടിക്കപ്പെടുമെന്ന ഭീതി ഇന്ന് അമേരിക്കയെ വേട്ടയാടുന്നു. ഈ വലിയ ഭീഷണിയെ പ്രതിരോധിക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സമുദ്രത്തിന്റെ വിസ്തൃതിയും ആഴവും കാരണം ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള കേബിളുകൾക്ക് കാവൽ നിൽക്കുക എന്നത് അമേരിക്കൻ നാവികസേനയ്ക്ക് അസാധ്യമാണ്. റഷ്യയുടെയും ഇറാന്റെയും അദൃശ്യമായ അന്തർവാഹിനികളെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ ഇനിയും പൂർണ്ണമായി വികസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അമേരിക്ക തങ്ങളുടെ പ്രതിരോധത്തിനായി ശതകോടികൾ ചിലവാക്കുമ്പോഴും റഷ്യയുടെ ഒരു ചെറിയ നീക്കം പോലും അവരുടെ സാമ്പത്തിക അടിത്തറ ഇളക്കാൻ പര്യാപ്തമാണ്. ഈ ആഴക്കടൽ പോരാട്ടം കേവലം ഭൗതികമായ ഒരു കേബിൾ മുറിക്കലല്ല, മറിച്ച് ദശകങ്ങളായി തുടരുന്ന അമേരിക്കൻ അധിനിവേശത്തിനെതിരെയുള്ള സമാനതകളില്ലാത്ത ഡിജിറ്റൽ പ്രതിരോധമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ആഗോള വാർത്താവിനിമയ ശൃംഖലയെ തങ്ങളുടെ ചാരപ്പണിക്ക് ഉപയോഗിക്കുമ്പോൾ ആ ശൃംഖലയുടെ നിയന്ത്രണം കൈക്കലാക്കി റഷ്യയും ഇറാനും വൻ ശക്തിയായ അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ലോകമിനി അമേരിക്കയുടെ വിരൽത്തുമ്പിലല്ല എന്ന മുന്നറിയിപ്പാണ് ആഴക്കടലിലെ ഈ നീക്കങ്ങൾ നൽകുന്നത്.